ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷി ആണെങ്കിൽ അമ്പിളിക്കരികിലേക്ക് പോവുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പതിവ് പോലെ അമ്പിളി ചേച്ചി വീണ്ടും വന്നോ എന്ന്. ഇത് വെറും വരവല്ലടി, എന്നേക്കുമായിട്ട് ശ്രീയേട്ടൻ എന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ, എന്തിന് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നു? ചേച്ചിക്ക് ശ്രീയേട്ടനൊന്ന് വിളിച്ച് സംസാരിച്ചോടെയെന്ന് ചോദിക്കുകയാണ്. എന്തായാലും ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം പോയതുപോലെ തന്നെ തിരിച്ച് വിളിക്കുകയായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല, തിരിച്ച് വിളിക്കില്ല, ഇനി ഒരിക്കലും വിളിക്കില്ലെന്ന് തോന്നുന്നു. ഡിവോഴ്സ് നോട്ടീസ് അയച്ചെന്ന് പറയുമ്പോൾ മീനാക്ഷി ആണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അതിന് മാത്രം എന്താ ഇത്ര വലിയ പ്രശ്നം നടന്നതെന്നൊക്കെ മീനു ചോദിക്കുമ്പോൾ, അങ്ങേരുടെ പേഴ്സിൽ ഞാനൊരു പെണ്ണിൻ്റെ ഫോട്ടോ കണ്ടു, അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ് സിനിമ നടിയാണെന്ന്. ഞാനും സിനിമയൊക്കെ കാണുന്നതല്ലേ മീനു, എനിക്കറിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. എന്തായാലും മീനാക്ഷി പറയുന്നുണ്ട്, ചേച്ചിയുടെ സമ്മതമില്ലാതെ ഒരിക്കലും ഡിവോഴ്സ് നടക്കില്ലല്ലോ, ചേച്ചി ഒന്നുകൂടിയും ഒത്തുചേർന്ന് പോകാനായിട്ട് നോക്കും. അങ്ങനെ ഇനി ഒന്നിച്ച് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, നമുക്ക് ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് അമ്പിളിയെ സമാധാനിപ്പിക്കുകയാണ് മീനാക്ഷി. അങ്ങനെ മീനാക്ഷിക്കാണെങ്കിൽ അമ്പിളിയുടെ ഒരു കാര്യക്കുറിച്ച് വിഷമാവുന്നുണ്ട്. പിന്നീട് മീനു ആണെങ്കിൽ ഹാളിൽ കിടക്കുകയാണ്. ഈ സമയം അവിടേക്ക് അനന്ത് വരുന്നുണ്ട്. ആഹാ മീനാക്ഷി, ഇതെപ്പോൾ വന്നു? ഇപ്രാവശ്യം വരുമ്പോൾ ഒരാളുടെ കമ്മിയുണ്ടല്ലേ കല്ലുമോൾ എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷിയുടെ മുഖമൊക്കെ മാറുകയാണ്. സാരില്ല, ഞാൻ പെട്ടെന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു, എന്നാലും എന്നോട് ക്ഷമിച്ചേക്കും, അറിയാതെ ചോദിച്ചു പോയതാണെന്ന് പറയുകയാണ്. എന്തായാലും മീനാക്ഷി ഇവിടെ ഇരിക്കുക, ഞാൻ നിൻ്റെ അമ്മയെ അച്ഛനെയൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അനന്ത് പോകുന്നു. പിന്നീട് പ്രസന്നയാണെങ്കിൽ ആരും അറിയാതെ മീനാക്ഷിക്കുള്ള മരുന്നായിട്ട് വരികയാണ്. മീനാക്ഷി, ഇത് കഴിക്ക്, നീ എന്തെങ്കിലും ഓരോന്ന് ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമല്ലമ്മേ. അതെ, ഇനിയും ഓരോന്ന് ആലോചിച്ചിരിക്കാനായിട്ട് നിൽക്കണ്ട, 8 മണിക്കൂറെങ്കിലും ഉറക്കം വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ, അതെ അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എനിക്ക് ചെറിയൊരു ഡിപ്രഷനുണ്ട്, അല്ലാതെ മറ്റെന്ത് അസുഖമുള്ളത്? അതെ, നീ മരുന്ന് കഴിക്കുന്ന കാര്യവും നിൻ്റെ അസുഖത്തെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് മരുന്ന് കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കും. അതിനിപ്പോൾ എന്താ പറഞ്ഞാൽ, അത്ര വലിയ അസുഖമൊന്നും എനിക്കില്ലെന്ന് പറയുമ്പോൾ, എടി അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ട് വെറുതെ ആരോടും ഊതിപ്പിരിപ്പിച്ച് പറയാനും നിൽക്കണ്ട അമ്മേ. ഞാൻ ഇന്ന് അമ്പിളി ചേച്ചിയുടെ റൂമിൽ കിടന്നോട്ടെ? അതിനെന്തിനാ നീ അമ്പിളിയുടെ റൂമിലേക്ക് പോകുന്നത്? ഇവിടെ കിടന്നുറങ്ങിയാൽ മതി, ഈ റൂമിൽ ഈ വീട്ടിൽ ഒരുപാട് റൂമുണ്ടല്ലോ. അമ്മേ, ഒരുപാട് റൂമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അമ്പിളി ചേച്ചിയുടെ കൂടെ കിടക്കുമ്പോൾ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ലല്ലോ. നീ അമ്പിളിയുടെ കൂടെ കിടക്കാനായിട്ട് പോകണ്ട, കാരണം അവൾ നേരം വെളുക്കുവോളം ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും, നിനക്ക് ഉറക്കം വേണം അറിയാലോ, നീ ഇവിടെ കിടന്നുറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് പ്രസന്നയാണെങ്കിൽ മീനാക്ഷി അതിൽ നിന്നും പിന്തിരിപ്പിക്കുക. പിന്നീട് രാവിലെ മീനാക്ഷി ആണെങ്കിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം അവിടേക്ക് അനന്ത് വരികയാണ്. ആഹാ, ചായ കുടിക്കുകയാണല്ലേ, ഗുഡ് മോർണിംഗ്. എനിക്കൊരു ഗ്ലാസ് ചായ തരാനായിട്ട് മീനാക്ഷിക്ക് തോന്നിയില്ലല്ലോ. അയ്യോ, ചെറിയമ്മ പറഞ്ഞു ചെറിയമ്മ എല്ലാവർക്കും ചായ കൊടുത്തെന്ന്, അക്കൂട്ടത്തിൽ അനന്തവേട്ടനും തന്നുകാണെന്ന് വിചാരിച്ചു. ശരി, എന്തായാലേ താനൊരു കാര്യം ചെയ്യേ, ഞാൻ മോർണിംഗ് വാക്കിന് പോവുകയാണ്, താൻ വരുന്നോ? ആഹാ, ഇതുപോലെയുള്ള നല്ല സ്വഭാവമൊക്കെ എപ്പോൾ തുടങ്ങി? ഈ ശീലങ്ങളൊക്കെ നല്ലതാണെന്ന് പറയുമ്പോൾ, അതെ, ഇങ്ങനെ നല്ല ശീലങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പ്രൊവോക്ക് ചെയ്യരുതേ, കാരണം ആരെങ്കിലും എന്നോട് നല്ലതാണെന്ന് പറഞ്ഞാൽ ഞാൻ പിറ്റേ ദിവസം മുതൽ അതിന് വിപരീതമായിട്ടേ കാണിച്ച് നടക്കാറുള്ളൂ, കാരണം സമൂഹത്തിൻ്റെ അംഗീകാരം എനിക്കൊരിക്കലും ഇഷ്ടമല്ല. അതുകൊണ്ട് മീനാക്ഷി ഇതൊന്നും പറയരുതെന്ന് പറയുമ്പോൾ, ഓഹോ, അപ്പോൾ ഈ ദുശീലങ്ങളൊക്കെ എപ്പോൾ തുടങ്ങി? അതൊക്കെ തുടങ്ങി, എപ്പോൾ വേണമെങ്കിലും മാറാമെന്ന് പറയുന്നു. മീനാക്ഷി എന്നോടൊപ്പം വരുന്നോ? അങ്ങനെ മീനു പറയുന്നുണ്ട്, ഞാനുണ്ട്, എന്തായാലും ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി ആണെങ്കിൽ ധൃതിയിൽ ചായയൊക്കെ കുടിച്ച് ഡ്രസ്സ് മാറുക. എന്നിട്ട് അനന്തുവിനോടൊപ്പം പോകുന്നു. ഈ സമയം തുളസീധരനാണെങ്കിൽ തൻ്റെ പുതിയ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും കാര്യത്തെക്കുറിച്ച് ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയൊക്കെ പുതുക്കി പണിയാമെന്ന് പറഞ്ഞ് അയാളാണെങ്കിൽ ഓരോ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പ്രസന്നയും അരികത്തുണ്ട്. ഈ സമയം ചെറിയച്ഛൻ വരുന്നുണ്ട്. എടോ, താനെന്തിനാ ധൃതി കൂട്ടുന്നത്? എവിടേക്ക് പോകാനാ? ഇവിടെ എന്താ മടുത്തോന്നും ചോദിക്കുമ്പോൾ ലക്ഷ്മി ചിറ്റയും വരികയാണ്. അല്ലെങ്കിലും അതെ, ഞാനും ചോദിക്കണമെന്ന് കരുതുന്നു. നിങ്ങളിനിപ്പോൾ എവിടേക്ക് പോയാലും കല്ലുമോളുടെ ഓർമ്മ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാവും, കാരണം സ്ഥലം മാറുന്നത് മാത്രമേ ഉള്ളൂ, മനസ്സ് മാറുന്നില്ലല്ലോ എന്നിങ്ങനെ ലക്ഷ്മി ചിറ്റ ചോദിക്കുമ്പോൾ, അല്ല എന്നായാലും ഞങ്ങളിവിടെ നിന്നും പോകേണ്ടതല്ലേ എന്ന് തുളസീധരനും പ്രസന്നയും പറയുന്നു. എന്തായാലും ചെറിയച്ഛൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾ അടുത്തെങ്ങാനും മാറാൻ നിൽക്കേണ്ട, കുറച്ച് ദിവസം ഇവിടെ നിൽക്ക്, ഞങ്ങൾക്ക് ഒരു കൂട്ടായല്ലോ, നിങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് ഭാരമല്ല എന്നൊക്കെ പറയുകയാണ്. എന്തായാലും തുളസീധരനും പ്രസന്നയും അക്കാര്യം ചിന്തിക്കുന്നുണ്ട്. അവരാണെങ്കിൽ വിളിച്ച് പറയാം, വേണ്ട എന്നൊക്കെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞ് തീരുമാനിക്കും. അങ്ങനെ മീനാക്ഷിയും അനന്തവും ഒരുപാട് ദൂരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മീനാക്ഷി പറയുന്നുണ്ട്, ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒത്തിരി ഭംഗിയുണ്ട്, ഞാൻ ഇവിടെയെങ്ങാനും താമസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദിവസവും നടക്കാൻ വരുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അനന്ത് പറയും, അതൊക്കെ മീനാക്ഷി വെറുതെ പറയുന്നതാണ്, ഒരേ കാഴ്ച ഒരുപാട് തവണ കണ്ടുകൊണ്ടിരുന്നാൽ ഉറപ്പായിട്ടും മടുക്കുമെന്നൊക്കെ പറയണം. ഇത് കേട്ടിട്ട് മീനാക്ഷി ചോദിക്കുന്നുണ്ട്, അപ്പോൾ അനന്തവേട്ടൻ പറയുന്നത് എന്താണ്? ശ്രീദേവിയെ അനന്തവേട്ടന് ഒത്തിരി ഇഷ്ടമായിരുന്നില്ലേ? അപ്പോൾ ശ്രീദേവിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവളെ എപ്പോഴും കാണുമ്പോൾ അനന്തവേട്ടൻ വെറുക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് അനന്ത് പറയുന്നുണ്ട്, ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം, ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കിടുമായിരുന്നു, കല്യാണത്തിന് ശേഷം അത് ചിലപ്പോൾ ഡിവോഴ്സ് വരെ എത്തി നിൽക്കാതിരിക്കാം, എന്നാലും മനുഷ്യന്മാരല്ലേ, പ്രണയിക്കാതിരിക്കാനും മറ്റും കഴിയില്ലല്ലോ.
മീനാക്ഷിയുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയല്ലേ. എന്നെപ്പോലെയുള്ള ഒരവസ്ഥയിൽ കൂടെ കടന്നു വന്ന വ്യക്തിയാണ് മീനാക്ഷിയും. കല്ലുമോൾ നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ അവളെ ഒരുപാട് അഗാധമായി സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? കല്ലുമോൾ എന്നേക്കുമായിട്ട് മീനാക്ഷിക്കരികിൽ നിന്നും നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെയാണ് എൻ്റെയും കാര്യം. അത് ശരിയാണ്, ഒരമ്മയുടെ സ്നേഹം എന്താണെന്ന് ഒരിക്കലും ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് കഴിയില്ല. അനന്തുവേട്ടൻ്റെ പ്രണയം പോലെ അനന്തുവേട്ടൻ എത്രത്തോളം ശ്രീദേവിയെ പ്രണയിച്ചിരുന്നുവെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അനന്തുവേട്ടന് പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് എൻ്റെ മോളോട് എനിക്കുള്ള സ്നേഹവും. അങ്ങനെ അനന്തു ആ ഒരു സത്യം പറയുകയാണ്. സത്യത്തിൽ ഞാനിവിടെ നടക്കാൻ വരണമെന്നൊന്നും കരുതിയതല്ല. മീനാക്ഷിയുടെ മനസ്സ് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു മോർണിംഗ് വാക്ക് ഞാൻ പ്ലാൻ ചെയ്തത്. മീനാക്ഷി ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്ന് കരുതി. ഇത് കേട്ട് മീനുവാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. കാരണം തനിക്ക് വേണ്ടി അനന്തു ഇങ്ങനെ ചെയ്തല്ലോ എന്നോർത്ത് അവൾക്ക് ഒത്തിരി സന്തോഷമാവുന്നു. ഈ സമയം വീട്ടിലാവട്ടെ ഗോപിനാഥൻ നായരാണെങ്കിൽ പ്രേമലേഖനം എന്ന നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ലക്ഷ്മി ചീത്ത വരുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ നോവൽ എന്നെ എത്ര തവണയാണ് വായിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എടി ഇപ്പോഴത്തെ കറവിറ വായിക്കുന്നതിനേക്കാൾ നല്ലത് ഇതാണെന്നൊക്കെ പറയുകയാണ്. എന്തായാലും അവരാണെങ്കിൽ അതിലെ കഥാപാത്രങ്ങളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് മീനാക്ഷിയും അനന്തവും വാക്കിംഗ് കഴിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ അവരെ കാണുമ്പോൾ തന്നെ ലക്ഷ്മി ചിറ്റ പറയുകയാണ്, അതെ ഒന്ന് നിർത്താമോ, കുട്ടികൾ വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഗോപിനാഥൻ വേഗം തന്നെ ആ ഒരു സംസാരമൊക്കെ നിർത്തുകയാണ്. പിന്നീട് പുതിയ ശീലങ്ങളാണെന്ന് തോന്നുന്നു. അനന്തവിനെ കൊണ്ട് മീനാക്ഷി നിർബന്ധിച്ച് കൊണ്ടുപോയതായിരിക്കും എന്നൊക്കെ ചിറ്റ പറയുന്നുണ്ട്. എന്തായാലും എങ്ങനെയുണ്ടായിരുന്നു മോർണിംഗ് വാക്ക്? ഇനി എപ്പോഴും ഇതൊരു ശീലാക്കിക്കോളും എന്നൊക്കെ ചിറ്റയും ഗോപി ചെറിയച്ചനും പറയുകയാണ്. ഇത് കേട്ടിട്ട് മീനാക്ഷിയും അനന്തവും ചിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം വന്നോടെ എന്നൊക്കെ മീനാക്ഷി ചോദിക്കുമ്പോൾ അത് വേണ്ട, ഞങ്ങളും തമ്മിൽ ഒരുപാട് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. ഇവൻ പറയുന്ന കാര്യം മീനാക്ഷിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുമോ? അതുകൊണ്ട് മീനാക്ഷിയും അനന്തവും ദിവസം പോയിക്കോളാനൊക്കെ ആയിട്ട് പറയുകയാണ്. എന്തായാലും ഇത് കേട്ട് മീനാക്ഷി ആണെങ്കിൽ ചിരിക്കുന്നുണ്ട്. അങ്ങനെ അനന്തവും മീനാക്ഷിയും തമ്മിലുള്ള ഒരു ബന്ധം പൂവണിയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.